ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നമുക്കൊരു ആനുകാലിക വിഷയം ഇന്നുമുണ്ട്. നമുക്ക് LPUP ഇൻ്റർവ്യൂവിന് ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം സൂചിപ്പിക്കൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ചില വിഷയങ്ങൾ ഇൻ്റർവ്യൂവർ എടുത്തിടാറുണ്ട്. അപ്പം അത്തരത്തിൽപ്പെട്ട ഒരു വിഷയവും അതിൻ്റെ ചില വിശകലനങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അതായത് AI ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ അവസ്ഥയിൽ. നമ്മൾ എല്ലായിടത്തും ഈ AI-യുടെ കാര്യങ്ങൾ ഉപയോഗപ്രദമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ AI യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളേറ്റവും പ്രശസ്തമായ നമ്മുടെ വാട്സപ്പ് അല്ലേ, ഏറ്റവും സംപ്രീതിയുള്ള നമ്മുടെ വാട്സപ്പിലും AI വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അതിൽ നമ്മൾ ഒരു വട്ടത്തിലിങ്ങനെ കാണാം അല്ലേ, ഒരു കളർഫുള്ളായിട്ടുള്ളൊരു വട്ടം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും, നമ്മളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് പോലെ എന്ത് വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു പോയം വേണമെന്ന് പറഞ്ഞാലോ ഒക്കെ നമുക്ക് റെഡിയാക്കി അയച്ചു തരും അവർ. അപ്പോൾ ഒരു വളരെ ആർക്ക് വേണമെങ്കിലും, സാധാരണക്കാർക്ക് പോലും യൂസ് ചെയ്യാവുന്ന രീതിയിൽ AI വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ AIയുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് എന്നൊരു ചോദ്യം നിങ്ങളോട് ഇൻ്റർവ്യൂവർ ചോദിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നമുക്ക് വളരെയധികം ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ അതിന് ഇന്ന ദോഷങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒന്നും തൊടാതെ വേണമെങ്കിൽ ഒരു ആൻസർ പറയാം. പക്ഷേ അതിനേക്കാൾ ഉപരി എന്താണ് AI എന്ന് മനസ്സിലാക്കി, അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു പ്രിസൈസായിട്ടുള്ള ആൻസർ പറയുകയാണെങ്കിൽ അതൊരു വലിയ പ്ലസ് പോയിൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ പറയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായി ഒരു 3-4 സെൻറ്റൻസെങ്കിലും നമുക്ക് അറിയണ്ടേ. അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഇന്ന് ഞാൻ ഈ വിഷയമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. AI എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അല്ലേ. അതായത് ഇപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം, നമ്മളൊരു പോയം പറഞ്ഞാൽ ആ പോയം നമുക്ക് എഴുതി തരാം. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ് ഈ ഗൂഗിളും ഈ പറയുന്ന AIയും തമ്മിലുള്ള വ്യത്യാസം. ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നമുക്ക് പോയമൊക്കെ കിട്ടുന്നില്ലേ? ഉണ്ട്. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ ഗൂഗിളിൽ ഒരു കാര്യം അടിച്ചു കൊടുത്തു, ഇന്ന തരത്തിലുള്ളൊരു പോയം വേണമെന്ന് അടിച്ചു കൊടുത്തു. അതുപോലെ നിങ്ങളും അടിച്ചു കൊടുത്തു എന്ന് വിചാരിക്കും. നമുക്ക് 2 പേർക്കും കിട്ടുന്നത് ഒരേ തരത്തിലുള്ള ആൻസറുകളായിരിക്കും. ഓക്കെ, അപ്പോൾ റിപ്പീറ്റേഷൻ വരാൻ സാധ്യതയുണ്ടല്ലോ. ഉണ്ട്. പക്ഷേ AIയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു മാന്ത്രിക ബുദ്ധിയാണ് അല്ലേ. അപ്പോൾ എന്താ പറയുക, AIയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നമ്മൾ AI യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് ഒരു പക്ഷിയെക്കുറിച്ചൊരു പോയം വേണം എന്ന് പറഞ്ഞാൽ എനിക്ക് അയച്ചു തരുന്ന പോയം, നിങ്ങൾ പക്ഷിയെക്കുറിച്ച് ചോദിച്ചാൽ ആ പോയമായിരിക്കില്ല, വേറെ പോയമായിരിക്കും അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ എന്ത് ചോദിച്ചാലും അത് നമുക്ക് തരുന്ന അല്ലെങ്കിൽ അത് ചെയ്യാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തലതൊട്ടപ്പൻ എന്ന് അറിയപ്പെടുന്നത് നമ്മളുടെ ബ്രിട്ടീഷ് കനേഡിയൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഒരാളാണ്. അയാളുടെ പേര് ജെഫ്രി ഹിൻഡൻ എന്നാണ് കേട്ടോ, ജെഫ്രി ഹിൻഡൻ. അപ്പോൾ ഇദ്ദേഹമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് കേട്ടോ. 1956 ഓക്കെ, 1956 തന്നെ ഈ AI എന്നൊരു ആശയത്തെക്കുറിച്ച് ഒരു പ്രൊജക്റ്റിൽ, നമ്മുടെ US നടന്ന ഒരു പ്രൊജക്റ്റിൽ ഈ ആശയത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ AI എന്നൊരു ആശയം അത്രയും വർഷങ്ങൾക്ക് മുന്നേ രൂപീകരിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് നിലവിൽ വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ നെറ്റ്വർക്കിങ്ങിലൂടെയും മെഷീൻ ലേണിങ്ങിലൂടെയൊക്കെ അത് വളർന്നു വരുന്നത് അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി തുടങ്ങിയത് ഈ അടുത്ത കാലത്താണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ ഹിൻഡൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ജെഫ്രി ഹിൻഡൻ 2012 ഒരു കമ്പ്യൂട്ടർ വിഷൻ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഗവേഷക വിദ്യാർത്ഥികളും കൂടിയാണ് അദ്ദേഹത്തോടൊപ്പം ഈ ഒരു കമ്പ്യൂട്ടർ വിഷൻ പ്രൊജക്റ്റ് ചെയ്തത്. 2015 ഓപ്പൺ AI എന്ന കമ്പനി ഇതിലൊരു വിദ്യാർത്ഥി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ചാറ്റ് GPT എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചാറ്റ് GPT ഒരു AI സംഭവമാണ്. നമ്മൾ ചാറ്റ് GPT എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് ആ ഒരു ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ ഈ പറയുന്നത് പോലെ നമുക്ക് പോയം വേണമെങ്കിൽ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ അവർ തരും. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു രൂപമാണ് ഈ ചാറ്റ് GPT എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാറ്റ് GPT ആരംഭിച്ചത് ഈ പറയുന്ന
ഓപ്പൺ എ ഐ എന്ന കമ്പനിയാണ് കേട്ടോ. ഓപ്പൺ എ ഐ എന്ന കമ്പനിയാണ്. അത് ഈ പറയുന്ന ഹിൻഡൻ്റെ കൂടെ 2012 കമ്പ്യൂട്ടർ വിഷൻ പ്രൊജക്റ്റ്, ഈ എ ഐയുടെ രംഗത്തെ ഒരു സുപ്രധാന കാൽവെപ്പായിരുന്നു അത്. അപ്പോൾ അയാളാണ് അത് ചെയ്തത്. അതിലൊരു വിദ്യാർത്ഥിയാണ് ഈ ഓപ്പൺ എ ഐ എന്ന കമ്പനി ആരംഭിച്ചത്. ഈ ഓപ്പൺ എ ഐ എന്ന കമ്പനിയാണ് ഈ ChatGPT ഒക്കെ അവതരിപ്പിക്കുന്നത് കേട്ടോ. ഇനി ഏതൊക്കെയാണ് ഈ പറയുന്ന എ ഐ നമ്മളുടെ ഇവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എ ഐ എന്ന് പറയുന്നത്? ഞാൻ ഓൾറെഡി ChatGPT പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ChatGPT, അതുപോലെ ബാർഡ്, അതുപോലെ ജെമിനി, ഇതൊക്കെ എ ഐയുടെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാം കേട്ടോ. ChatGPT, ബാർഡ്, അതുപോലെ ജെമിനി, അതുപോലെ നമ്മളിപ്പോൾ നമ്മളുടെ വാട്സപ്പിൽ പോലും നമുക്ക് കാണാൻ പറ്റുന്ന മെറ്റ AI, അതൊക്കെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ നമുക്ക് വളരെ പരിചിതമായ ഒന്നാണ് അലക്സ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഓരോ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അലക്സ ഫാൻ ഓൺ, മ്യൂസിക് ഓൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ അലക്സ എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ഈ അതുപോലുള്ള ഹോം അസിസ്റ്റൻസ് നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന അലക്സ, ഇതൊക്കെ എന്താണ് എ ഐ ആണ് കേട്ടോ. അതുപോലെ അപ്പോൾ നമ്മൾ പറഞ്ഞു അലക്സ, ChatGPT, ബാർഡ്, ജെമിനി, അതുപോലെ മെറ്റ AI, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എ ഐ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എ ഐയുടെ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, നമ്മുടെ എല്ലാ മേഖലയിലും, പ്രത്യേകിച്ച് ആരോഗ്യ മേഖല, അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ടെക് മേഖല, ഇതിലൊക്കെ എ ഐ വളരെ ഗുണകരമാണ്. ഓക്കെ, അതായത് നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന, അതുപോലെ നമ്മളുടെ സാങ്കേതിക വിദ്യയെ അതിൻ്റെ അറ്റ്മോസ്റ്റ് പൊസിഷനിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണ് ഈ എ ഐ എന്ന് പറയുന്നത് അല്ലേ. നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഉപകാരപ്രദമാണ് എങ്കിലും ഇതിൽ നമുക്ക് ഒരുപാട് ആശങ്കകൾ നമുക്കിതിലുണ്ട്. അപ്പോൾ അതിൻ്റെ ദോഷവശങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ജെഫ്രി ഹിൻഡനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ എ ഐയുടെ തലതൊട്ടപ്പൻ എന്നറിയപ്പെടുന്ന ആളാണ് ജെഫ്രി ഹിൻഡൻ. ഈ ജെഫ്രി ഹിൻഡൻ ഗൂഗിളിൽ എ ഐ വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഗൂഗിളിൻ്റെ എ ഐ വിഭാഗത്തിൽ അവിടെ അങ്ങനെ പ്രവർത്തിച്ച് ഒരു 10 വർഷമൊക്കെ പിന്നിട്ട ശേഷം അദ്ദേഹം ഒരു ദിവസം ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഗൂഗിൾ വിടുന്നു എന്നാണ് ആ പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. അത് കേട്ട ആളുകളെല്ലാം, ടെക് വിഭാഗമൊക്കെ, ടെക് ലോകം ഞെട്ടിത്തെറിച്ചു എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹം ഗൂഗിൾ വിടുന്നു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? ലോകത്തിന് തന്നെ ഈ എ ഐ ദോഷമുണ്ടാക്കുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം പിന്മാറുന്നത്, അല്ലെങ്കിൽ ഗൂഗിൾ വിടുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തിയത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ ചെയ്ത കാര്യങ്ങളിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങിയത്. കാരണം ഇത് ഭാവിയിൽ ഇതിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് അദ്ദേഹം തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഈ എ ഐയുടെ പ്രശ്നം എന്താണെന്ന് കുറച്ചും കൂടി ലളിതമായ ഭാഷയിൽ നമ്മൾ പറഞ്ഞാൽ, നമ്മൾ രൂപകൽപ്പന ചെയ്യുന്നൊരു സാധനം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം അല്ലേ, മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയണം. അപ്പോൾ മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നൊരവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് തന്നെയാണ് എ ഐയുടെ പ്രശ്നം എന്നാണ് മിക്ക സാങ്കേതിക വിദഗ്ധരും പറയുന്നത്. അതായത് ഈ എ ഐയുടെ പ്രത്യേകത മറ്റുള്ള ഇപ്പോൾ ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകളുണ്ടല്ലോ, അതുപോലെയല്ല എ ഐ എന്ന് പറയുന്നത്. എ ഐയുടെ പ്രത്യേകത അതിന് സ്വയം പഠിച്ച് അതുവഴി സ്വയം അപ്ഡേറ്റഡ് ആവാനുള്ള ഒരു കഴിവുണ്ട്. അതായത് സ്വയമായിട്ട് അത് പഠിച്ച് അതുവഴി അതിനെ സ്വയം മെച്ചപ്പെടുത്തി വലുതാക്കി, അതായത് ഡെവലപ്പ് ചെയ്ത് സ്വയം മാറാനുള്ളൊരു കഴിവാണ് മറ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെ അപേക്ഷിച്ച് എ ഐയുടെ സവിശേഷത എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു എ ഐ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ എ ഐ സ്വന്തമായിട്ട് ഓരോന്ന് പഠിച്ച് അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യനത് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഓക്കെ, അപ്പോൾ ഈ സ്വന്തമായിട്ടൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമൊക്കെ തയ്യാറാക്കാനായിട്ട് എ ഐക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെയൊരു ആശങ്കയാണ് ഹിൻഡൻ അടക്കം മറ്റു പല സാങ്കേതിക വിദഗ്ധരും പറയുന്നത് കേട്ടോ. കാലക്രമത്തിൽ മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ളവരായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഇനി അത് ശരിക്കും അങ്ങനെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ എ ഐ സംവിധാനങ്ങൾ ഈ ലോകത്തിൻ്റെ തന്നെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്.
അപ്പോൾ മനുഷ്യനാണ് ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു വിഭാഗം എന്നാണല്ലോ നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ മനുഷ്യനേക്കാൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു വിഭാഗമായിട്ട് ഇവർ മാറാം, AI മാറാം എന്നാണ് പല സാങ്കേതിക വിദഗ്ധരും പറയുന്നത് കേട്ടോ. അതുപോലെ ഇപ്പോൾ നമുക്ക് ഇതിനൊരു പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, നമ്മളുടെ ഈ പറയുന്ന AI-യുടെ സംവിധാനങ്ങൾ മറ്റ് തലങ്ങളിലേക്ക് മാറാതെ നമ്മൾ നിരന്തരം പരിശോധിക്കണമെന്നാണ് ഈ സാങ്കേതിക വിദഗ്ധർ പറയുന്നത്. അതായത് നമ്മൾ ഈ AI-യെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാവുന്നതിൽ അപ്പുറത്തേക്ക് വളരാൻ അനുവദിക്കാതിരിക്കുക. അല്ലെങ്കിൽ നമ്മളിതിൽ ചെയ്യുന്ന പ്രോഗ്രാമുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അധികം പുറത്തേക്ക് പബ്ലിസിറ്റി കൊടുക്കാതിരിക്കുക. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, സാമൂഹിക വിരുദ്ധർ ഇതിനെ മോശമായ രീതിയിൽ ഉപയോഗപ്പെടുത്തും എന്നൊക്കെയാണ് സാങ്കേതിക വിദഗ്ധർ പറയുന്നത് കേട്ടോ. അതായത് നമ്മളുടെ മനുഷ്യരാശിയുടെ അന്ത്യത്തിന് തന്നെ കാരണമാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്, നമുക്കറിയാലോ, നമ്മുടെ ഏറ്റവും പ്രശസ്തനായൊരു ഭൗതിക ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിങ്. അദ്ദേഹം 2014 തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഇങ്ങനെ പോയാൽ മനുഷ്യരാശിയുടെ നാശത്തിന് തന്നെ കാരണമായ ഒന്നായിട്ട് ഈ AI മാറുമെന്ന്. ഓക്കെ, ഇതിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടെയുണ്ട്. ഈ ദോഷവശങ്ങളെ കുറിച്ചിട്ടൊക്കെ പലരും മനസ്സിലാക്കിയതിൻ്റെ ഒരു ഫലം എന്നോണം 2017 ഫേസ്ബുക്ക് അവരുടെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉണ്ടായിരുന്നു. ഫേസ്ബുക്കിൻ്റെ 2017 അവരത് ഷട്ട് ഡൗൺ ചെയ്ത് കളഞ്ഞു. അതായത് ഈ സംവിധാനം ഇവരുണ്ടാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്കിതിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു. അപ്പോൾ അതായത് ഈ ഉണ്ടാക്കിയ സംവിധാനം, AI സംവിധാനം സ്വന്തമായിട്ടൊരു ഭാഷയൊക്കെ ക്രിയേറ്റ് ചെയ്ത് ചാറ്റ് ബോട്ടുകളുമായി ആശയവിനിമയം നടത്താനൊക്കെ തുടങ്ങി എന്നാണ് പറയണത്. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ പിടിവിട്ടു പോകും എന്ന് മനസ്സിലാക്കി ഫേസ്ബുക്ക് അവരുണ്ടാക്കിയ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഷട്ട് ഡൗൺ ചെയ്ത് 2017 കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ഈ AI ഇതുപോലെ വളരുമ്പോൾ പല ജോലി സാധ്യതകളും ഇല്ലാതാവുന്നതാണ്. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ടീച്ചിങ്, അതുപോലെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എൻജിനീയേഴ്സ് എന്ന് വേണ്ട, എന്താ പറയുക, ഡ്രൈവിംഗ് ജോലി അടക്കമുള്ള ഏത് മേഖലയിലും AIക്ക് സ്വയം ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പം നമുക്കത് ആ ഒരു ജോലി സാധ്യതകളും എല്ലാം നഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു ദോഷവശങ്ങളാണ്. അപ്പോൾ ഇത്രയും ദോഷവശങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞാൽ മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് AI പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ദോഷവശം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പ്രതീക്ഷിക്കണം. അതായത് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ആരംഭം എങ്ങനെ എന്നൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ആൻസർ പറയുന്നത് എന്നൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ തലതൊട്ടപ്പൻ്റെ പേര് അല്ലെങ്കിൽ ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചുല്ലോ. അപ്പോൾ നിങ്ങളിതൊന്നും പഠിക്കാതെയാണ് പോകുന്നതെങ്കിൽ ഒന്നും തൊടാതെയുള്ളൊരു ആൻസറേ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ചില അടിസ്ഥാന വിവരങ്ങൾ അറിയാം എന്ന് മനസ്സിലാക്കാൻ ഇൻ്റർവ്യൂവിന് സാധിക്കും. അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റായിട്ട് നിങ്ങളുടെ മാർക്ക് കയറി വരും കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ആനുകാലിക വിഷയങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും നിങ്ങളെ ഇൻ്റർവ്യൂവിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ അതെല്ലാവർക്കും ഉപകാരപ്രദമാകുമല്ലോ അല്ലേ. അപ്പോൾ വേറൊരു കാര്യം കൂടെ, നിങ്ങൾക്ക് ഇത്തരം വീഡിയോസ് ലഭിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.